ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി മീഡിയം സൈസിലുള്ള 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴംപൊരി തയ്യാറാക്കാനായി നല്ല പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മാവിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ അല്പം നീളം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ച ശേഷം മറ്റൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ മാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 നുള്ളുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച ശേഷം ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മാവിലേക്ക് നന്നായി മുക്കിയ ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു സൈഡ് നന്നായി വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പഴവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരൽപ്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.